ആശുപത്രിയിലെ അപര്യാപ്തതകൾ 3 ആഴ്ച മുമ്പേ ഡോക്ടർ അറിയിച്ചിട്ടും നടപടിയെടുക്കാതെ അവഗണിച്ച ആരോഗ്യവകുപ്പ്. സർജറി ഒപിയിൽ പതിച്ച സമ്മതപത്രത്തിലെ അതേ കാര്യങ്ങളാണ് ഡോക്ടർ അക്കമിട്ട് നിരത്തിയത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വഴി ആശുപത്രി യോഗത്തിലും പോരായ്മകൾ ചർച്ചയാക്കി. എന്നാൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ ഡോക്ടർ ശിവപ്രസാദിന് ഇത്തരം കാര്യങ്ങൾ പറയാൻ അധികാരമില്ലെന്ന് DMA നിലപാടെടുത്തു. ഡോക്ടറെല്ലാം നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കോന്നി മെഡിക്കൽ കോളേജിൽ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി നോട്ടീസ് പതിച്ച സംഭവത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനെതിരെ നടപടിയുണ്ടായേക്കും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ശിവപ്രസാദ് കൈപ്പറ്റിയിരുന്നില്ല. തുടർന്ന് ഉന്നതതല നിർദ്ദേശപ്രകാരം ഇമെയിൽ വഴി നൽകുകയായിരുന്നു. രാജിവെച്ച് പോകില്ലെന്നും VRS അപേക്ഷ ആരോഗ്യവകുപ്പ് അംഗീകരിക്കും വരെ മെഡിക്കൽ കോളേജിൽ ആത്മാർത്ഥമായ സേവനം തുടരുമെന്നും ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. തിരുവനന്തപുരം RT ഓഫീസ് ജീവനക്കാരി നേമത്തെ ശരണ്യ നെയ്യാർ ജലസംഭരണിയിൽ ചാടി മരിച്ചതായി സംശയം. ഇവരുടെ സ്കൂട്ടറും മൊബൈൽ ഫോണും പേഴ്സും ചെരുപ്പും ഡാമിന് സമീപത്തു നിന്നും കണ്ടെത്തി. നെയ്യാർ ഡാം പോലീസും ഫയർഫോഴ്സും റിസർവറിൽ തെരച്ചിൽ തുടരുകയാണ്. ഓഫീസിലെ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ഇവർ നേരത്തെ സ്ഥലമാറ്റത്തിന് അപേക്ഷിച്ചതായി പറയുന്നു. എന്നാൽ ഇപ്പോൾ മാറ്റം അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചതായും അത് ശരണ്യെ കടുത്ത മാനസിക സംഘർഷത്തിനിടയാക്കിയിരുന്നതായും ഭർത്താവ് സിരീഷ് പറയുന്നു. താൻ മരിക്കുകയാണെന്ന് ഭർത്താവിനെ വിളിച്ചറിയിച്ച ശേഷമാണ് ഡാമിൽ ചാടിയതെന്ന് സിരീഷ് പോലീസിനെ അറിയിച്ചു. CPIM വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച G സുധാകരനെ യൂദാസിനോട് ഉപമിച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. യൂദാസെ, നീ മനുഷ്യപുത്രനെ ഒരു ചുംബനത്താൽ വഞ്ചിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം വിശദീകരിച്ചും വ്യക്തിപരമായി താൻ ഈ പാർട്ടിയെ ഉപയോഗിച്ച് കൈവരിച്ച നേട്ടങ്ങളും വിശദീകരിച്ച ശേഷം പാർട്ടിയെ അധികാര കസേരയ്ക്ക് വേണ്ടി തള്ളിക്കളയുകയാണ്. ചെങ്കൊടിയെയും സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെയും തള്ളിപ്പറയുകയാണ് സുധാകരനെന്നും M ശിവപ്രസാദ് കുറിപ്പിൽ പറയുന്നു. ആര്യവേദ ഫാർമസി സ്ഥാപകന്റെ മകളായ വയോധികയുടെ കൊലപാതകത്തിൽ ഒരു നേപ്പാളി കൊലയാളി സംഘത്തിലെ യുവാവ് കൂടി അറസ്റ്റിലായി. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകനായ പരേതനായ PV രാമവാര്യയുടെ മകൾ കസ്തൂരി ജെ കുട്ടിയെയാണ് കോയമ്പത്തൂരിലെ നഞ്ചുട്ടപുരം റോഡിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ 3ാമത്തെ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. ദമൂർ ബഹദൂർ ബുദ്ധ എന്ന 26-കാരനെയാണ് തമിഴ്നാട് പോലീസ് പ്രത്യേക സംഘം ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഒരാളാണ് പിടിയിലായ ദമൂർ ബഹദൂർ ബുദ്ധ എന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ പിടികൂടി. കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നിയോഗിച്ച വന്യജീവി സംരക്ഷകനാണ് നായയെ പിടികൂടിയത്. പിടികൂടിയ നായ്ക്ക് പേവിഷബാധയുണ്ടോയെന്നറിയാൻ പരിശോധന നടത്തും. നായയുടെ കടിയേറ്റ 3 നാട്ടുകാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കുത്തിവയ്പ് നടത്തി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തൃശൂർ എരുമപ്പെട്ടിയിൽ കിടപ്പ് രോഗിയായ വയോധികയെ തെരുവുനായ കടിച്ചു കീറിക്കൊന്നത്. 84 വയസ്സുകാരിയായ കാർത്തിയായനിയാണ് തെരുവുനായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം മുറിയിലുണ്ടായിരുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ദേവദാസിനെയും നായ കടിച്ച് പരിക്കേൽപ്പിച്ചു.